നിസാം സെയ്ദ് വളരെ വൈകിപ്പോയി. നമ്മളുടെ ഇടയ്ക്ക് മലപ്പട്ടം സംഘർഷത്തിലേക്ക് പോയതുകൊണ്ടാണ് അല്പം വൈകിയത്. എങ്കിലും അങ്ങയുടെ ഒരു കാഴ്ചപ്പാട് എന്താണ് ഈ സാഹചര്യത്തിൽ? നേരത്തെ ഇവിടുത്തെ വിദേശകാര്യ വിദഗ്ധൻ പറഞ്ഞതുപോലെ, CP ജോൺ സൂചിപ്പിച്ചതുപോലെ വീഴ്ചകളൊക്കെ ഇവിടെയുണ്ട്. പക്ഷേ KVS ഹരിദാസ് പറയുന്ന ഒരു പോയിന്റ് വളരെ പ്രസക്തമല്ലേ? ഒരു യുദ്ധകാലാടിസ്ഥാനത്തിലിരിക്കുന്ന ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഇപ്പോഴും അപൂർണമായിരിക്കുന്ന ഒരു മിലിറ്ററി ഓപ്പറേഷൻസിനിടയിൽ പ്രതിപക്ഷം ഇത്തരത്തിലുള്ള വിശദീകരണങ്ങൾ രാഷ്ട്രീയമായി ആവശ്യപ്പെടുന്നതിന് യുക്തിയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അരുൺ, ഈ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് നമുക്കറിയാം. ഏറ്റവും നിന്ദ്യവും നീചവുമായ ഒരു ഭീകരാക്രമണം നടക്കുന്നു. ആ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാന് പങ്കുണ്ട് എന്ന് നാം ന്യായമായും ലോകത്തോട് പറയുന്നു. ആ പാകിസ്ഥാൻ്റെ പങ്കിനെതിരെ ശക്തമായ തിരിച്ചടി കൊടുക്കണമെന്ന് ഇന്ത്യയിൽ പൊതുവായ വികാരമുണ്ടാകുന്നു. അതനുസരിച്ചുള്ള നടപടികൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകുന്നു. ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും പ്രതിപക്ഷ കക്ഷികളും ഇന്ത്യയിലെ പൊതുസമൂഹവും സർക്കാർ എടുക്കുന്ന എല്ലാ നടപടികൾക്കും പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഇന്ത്യ ഒരേ ശബ്ദമായി, ഒരേ വികാരമായി ഇന്ത്യൻ സൈന്യത്തിൻ്റെ പിന്നിൽ, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പിന്നിൽ അണിനിരക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ഈ വെടിനിർത്തലിന് ശേഷം എന്താണ് ഈ വെടിനിർത്തലിന് ശേഷം സംഭവിച്ചത്, ഈ യുദ്ധകാലത്ത് സംഭവിച്ചതെന്ന് ചോദിക്കും ഇന്ത്യയിലെ ജനങ്ങൾക്ക് സ്വാഭാവികമായും അവകാശമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഏത് യുദ്ധത്തിലും ഏത് സൈനിക നടപടികളിലും 3 സന്ദേശങ്ങൾ വളരെ പ്രധാനമായും കൊടുക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഒന്ന്, ഈ ശത്രു രാജ്യത്തിനെതിരെ നമ്മൾ ശക്തമായ ഒരു സന്ദേശം കൊടുക്കും. ഇവിടെ പാകിസ്ഥാന് ഇന്ത്യ ഇനി ഭീകരാക്രമണത്തെ കയ്യും കെട്ടി നോൽക്കി നിൽക്കലെന്നും പാകിസ്ഥാൻ്റെ മണ്ണിൽ അത് തർക്കപ്രദേശത്ത് മാത്രമല്ല, ഇത്രയും നാളും എല്ലാ സൈനിക നടപടികളും എടുത്തിരുന്നത് പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ മാത്രമാണ്. ഇതിപ്പോൾ പഞ്ചാബിലും പാകിസ്ഥാൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഭീകര കേന്ദ്രങ്ങളിലും നാം ആക്രമിക്കാൻ തയ്യാറാണ് എന്ന് ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കുന്നു. അവരുടെ ഭീകര കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നു. അങ്ങനെ കൃത്യമായും ഒരു മിലിറ്ററി മെസ്സേജ് പാകിസ്ഥാന് കൊടുക്കുവാൻ ഈ യുദ്ധത്തിന് കഴിഞ്ഞു. ആ നിലയിൽ ഈ യുദ്ധം വലിയൊരു വിജയമാണ്. രണ്ടാമതായി നമ്മൾ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുന്നൊരു മെസ്സേജുണ്ട്. ആ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുന്ന മെസ്സേജ് നമ്മൾ ഭീകരവാദത്തിൻ്റെ ഇരകളാണ്. ആ ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാനെ അതുകൊണ്ട് ഒറ്റപ്പെടുത്തേണ്ടത് ഭീകരതയ്ക്കെതിരെയുള്ള ആഗോള യുദ്ധത്തിൻ്റെ ആഗോള നീക്കങ്ങളുടെ ഭാഗമാണ്. അതിന് അന്താരാഷ്ട്ര സമൂഹം നമുക്ക് പിന്തുണ നൽകണം എന്നുള്ള ഒരു സന്ദേശമാണ് നമ്മൾ അന്താരാഷ്ട്ര സമൂഹത്തിന് നൽകേണ്ടത്. പക്ഷേ അത്തരം ഒരു സന്ദേശം നൽകാൻ നമുക്ക് കഴിഞ്ഞോ? നമുക്കറിയാം, മെയ് മാസം 6-ാം തീയതി നടന്ന UN സെക്യൂരിറ്റി കൗൺസിൽ, പാകിസ്ഥാനും അതിൽ സ്ഥിരാംഗമല്ലെങ്കിൽ കൂടി അംഗമാണ്, ആ സെക്യൂരിറ്റി കൗൺസിൽ യോഗം ഈ ആക്രമണത്തെ ശക്തമായി അപലപിച്ചു. പക്ഷേ അതിനുശേഷം 7-ാം തീയതി സൈനിക നടപടി ആരംഭിക്കുന്നു. 9-ാം തീയതി $2.3 ബില്യൺ പാകിസ്ഥാന് IMF വായ്പയായി നൽകുന്നു. നമുക്ക് കൃത്യമായി അറിയാം, പാകിസ്ഥാൻ ഈ തുക ചെലവഴിക്കുന്നത് അവരുടെ മിലിറ്ററി ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്, ഇന്ത്യക്കെതിരെയുള്ള ഭീകരതയെ വളർത്താൻ വേണ്ടിയാണ്. ആ പണം അവർക്ക് നൽകരുത് എന്നുള്ള ഒരു പൊതുവികാരം ഉണ്ടാക്കുവാൻ, അത്തരം ഒരു കോൺസെൻസസ് സൃഷ്ടിക്കുവാൻ ഇന്ത്യക്ക് കഴിഞ്ഞോ? ഇന്ത്യയുടെ ഒരു ഡിപ്ലോമാറ്റിക് ഫെയിലിയർ അല്ലേ അത് തടയാൻ, അത് ഭീകരതയ്ക്കെതിരെയുള്ള യുദ്ധത്തിൽ ഇത്തരം സാമ്പത്തിക സഹായങ്ങൾ നിർത്തിവെക്കേണ്ടതുണ്ട് എന്ന് അന്താരാഷ്ട്ര സമൂഹത്തെ ധരിപ്പിക്കുന്നതിന് ഇന്ത്യക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല? മാത്രമല്ല, ചൈനയ്ക്ക് അനുകൂലമായി പാകിസ്ഥാൻ അനുകൂലമായി പല രാജ്യങ്ങളും പരസ്യമായി രംഗത്ത് വന്നു. ചൈന രംഗത്ത് വന്നു, അസർബൈജാൻ രംഗത്ത് വന്നു, തുർക്കി രംഗത്ത് വന്നു, മലേഷ്യ രംഗത്ത് വന്നു. പക്ഷെ നമുക്ക് അനുകൂലമായി പരസ്യമായി ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പാകിസ്ഥാനെ കൃത്യമായി വിമർശിച്ചുകൊണ്ടുള്ള ഒരു നിലപാടെടുത്തുകൊണ്ട് നമുക്ക് അനുകൂലമായി മാത്രമല്ല, പാകിസ്ഥാനെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഒരു രാജ്യവും വലിയ പാക്കേജിന്റെ 2-ാം ഗഡുവാണിത്. അത് ആദ്യമായി കൊടുക്കുന്നതല്ല, നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്. അത് എതിർക്കണമെങ്കിൽ നമ്മൾ റെപ്രസെന്റേറ്റീവിനെ മാറ്റി. അതെന്തുകൊണ്ട് തടയാൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ല? അത് ഈ സംഘർഷം നടന്നുകൊണ്ടിരിക്കുമ്പോഴെങ്കിലും അനുവദിക്കാൻ കഴിയില്ല എന്നൊരു വിജയകരമായ നിലപാടിലേക്ക് എത്താൻ ഇന്ത്യക്ക് എന്തുകൊണ്ട് കഴിഞ്ഞു? അതൊരു ഡിപ്ലോമാറ്റിക് ഫെയിലിയർ അല്ലേ? അതുപോലെ തന്നെ മൂന്നാമതായി ഇന്ത്യയിലെ ഡൊമസ്റ്റിക് ഓഡിയൻസിന് കൊടുക്കേണ്ട ഒരു മെസ്സേജ് ഉണ്ട്. അതായത് കാശ്മീരിൽ ഇനി ഭീകരപ്രവർത്തനം ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ ഇന്ത്യൻ സർക്കാരിന് ഈ നടപടിയിലൂടെ കഴിയും എന്നുള്ളത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാരിൻ്റെ അവകാശവാദങ്ങളെ, കാശ്മീരിൽ നിന്നും തീവ്രവാദത്തെ ഞങ്ങൾ തുടച്ചു നീക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ സർക്കാരിൻ്റെ അവകാശവാദങ്ങളെ വിശ്വസിച്ച് കാശ്മീരിലെത്തിയ 26 നിരപരാധികളാണ് അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. അതിന് തീർച്ചയായും സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. അതിൻ്റെ അക്കൗണ്ടബിലിറ്റിയിൽ യാതൊരു കാര്യവും ഈ
ഈ ചോദ്യങ്ങൾ നമ്മെ കൊണ്ടെത്തിക്കുന്നത്? ഇത്രയധികം ഇന്ത്യൻ മിലിറ്ററി വിജയകരമായി നിൽക്കുന്ന ഇന്ത്യൻ മിലിറ്ററി പാകിസ്ഥാൻ മിലിറ്ററിക്ക് മേൽ വളരെ ഉന്നതമായ വിജയങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ ഇന്ത്യക്ക് നിർണായകമായ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന ഒരു സമയത്തിൽ എന്തുകൊണ്ടാണ് ഇന്ത്യ ഒരു വെടിനിർത്തലിലേക്ക് സ്വാഭാവികമായി പോയതെന്നുള്ളതാണ്. ഇന്ത്യൻ മിലിറ്ററിക്ക് വളരെ വലിയ വിജയങ്ങൾ കൈവരിക്കാൻ കഴിയുന്നു. അത് സ്വാഭാവികമായും നമ്മൾ എത്തിച്ചേരുന്നത് ട്രംപിന്റെ പ്രസ്താവനയിലേക്കാണ്. യുദ്ധത്തിൽ അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘട്ടനത്തിൽ സമയപരിമിതി കൊണ്ട് ഒന്ന് ചുരുക്കുന്നു നിസാം, അങ്ങ് ക്ഷമിക്കണം. എനിക്ക് കെ വി സഹദാസിന്റെ മറുപടി കൂടി എടുക്കണം. നമ്മൾ ഒട്ടേറെ ചോദ്യങ്ങൾ ചോദിച്ചു, അതിനുള്ള മറുപടി കെ വി സഹദാസിന് എടുക്കണം. നമുക്ക് ഓരോ റൗണ്ട് കൂടി ഓരോ മിനിറ്റ് എല്ലാ അതിഥികളിലേക്കും വരാം. ഒറ്റ കാര്യം കൂടി ഞാൻ ഓരോ മിനിറ്റ് ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. Debate with Dr. Arun Kumar.